Yes, good evening. Happy evening, all of you. I am Anu Varki, the zonal manager of JustPaid International, the team of icons of JustPaid Kingmakers. Okay, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രൊജക്ട് പ്രസന്റേഷന്റെ ഈ ഒരു ഈവനിങ് സെക്ഷനിലേക്ക് സ്വാഗതം. വെൽക്കം ടു JustPaid ഇന്റർനാഷണൽ കമ്പനി. നിങ്ങൾ എല്ലാവരെയും JustPaid ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JustPaid എന്നാൽ ഇന്ന് സാധാരണക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്താൻ സാധിക്കുന്ന ഇന്റർനാഷണൽ ലെവലിൽ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന, എന്നാൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം എന്ന സംസ്ഥാനത്തിനെ മാറ്റാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ പ്രൊജക്റ്റാണ്, കമ്പനിയാണ് JustPaid ഇന്റർനാഷണൽ കമ്പനി. നിഷാദ് അബൂബക്കർ, നിസാർ അബൂബക്കർ എന്ന രണ്ട് സഹോദരങ്ങളുടെ 26 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിനെ അത് വലിയൊരു വിജയ പദ്ധതിയാക്കി മാറ്റിക്കൊണ്ട് ഉള്ള പദ്ധതികളാണ് ഇന്ന് JustPaid മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് സക്സസ്ഫുൾ ആയിട്ടുള്ള പദ്ധതികളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സെഷന്റെ ആദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതികളെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, ഒരു കമ്പനിക്ക് തന്റെ പദ്ധതികളെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മാൻ പവർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ആളുകളുടെ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ആ വ്യക്തികളുടെ കഴിവും. അങ്ങനെ കമ്പനി ഏറ്റവും ശക്തമായി അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായി ഈ പ്രൊജക്റ്റുകളെ കമ്പനിയിലേക്ക്, ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായി ഉപയോഗിച്ച ഒരു ഓർഗനൈസേഷനാണ് ഐക്കൺസ് ഓഫ് JustPaid ഇൻ കിങ്മേക്കേഴ്സ്. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ ഓർഗനൈസേഷന്റെ ഒരു ലോഗോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ, യെസ്, ഓക്കെ, ഓക്കെ. നിങ്ങളുടെ റെസ്പോൺസ് ഹാർട്ടായിട്ടും സ്മൈലി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് അറിയിക്കാം. ഓക്കെ, യെസ്, ഓക്കെ. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ടതാണ്, എങ്കിലും നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ പ്രകൃതി ലോല പ്രദേശമായ വയനാട്ടിൽ ഇന്ന് മറ്റൊരു കമ്പനിയും സബ്മിറ്റ് ചെയ്യാത്ത ഒരു വലിയ പ്രൊജക്റ്റാണ് ഇന്ന് ഇന്ത്യ ഗവൺമെന്റിനും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും എക്കോ സെൻസിറ്റീവ് സോൺ, പ്രകൃതി ലോല പ്രദേശങ്ങളിൽ ഇന്ന് ലോകത്ത് ആമസോൺ കാടുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള, ജൈവ വൈവിധ്യമുള്ള വയനാടിൽ പുൽപ്പള്ളി മേഖലകളിൽ എന്ന് പറഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമി എന്നാണ് ആ സ്ഥലത്തെ അറിയപ്പെടുന്നത്. എന്താണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ? വെസ്റ്റേൺ ഗട്ട്സിനും വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സിനും ഇടയിലുള്ള സമതല പ്രദേശത്തെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ആ ഡെക്കാൻ പീഠഭൂമിയിൽ വയനാട് പുൽപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള, ജൈവ വൈവിധ്യമുള്ള മേഖലയിൽ 1400 ഏക്കറിന്റെ പ്ലാന്റേഷൻ പ്രൊജക്ടിന്റെ DPR സബ്മിറ്റ് ചെയ്തിട്ടുള്ള, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേരാണ് JustPaid റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ആ കമ്പനിയുടെ 1500 ഏക്കർ പ്രൊജക്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റത്തിലൂടെയാണ്. സ്വയമായിട്ട് കമ്പനി തന്നെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് അല്ല, കുറെ ആളുകളെ ഒരു കൃഷിക്കാരായി, ചന്ദന കർഷകരാക്കി മാറ്റിക്കൊണ്ട് ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനത്തിലൂടെയാണ് ആ പ്രൊജക്ട് കൊണ്ടുവന്നത്. അതിനുവേണ്ടി കമ്പനി സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന ഒരു അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യുകയും സക്സസ്ഫുള്ളായി അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. 3 വർഷം മുമ്പുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ തുടങ്ങിയത്, അത് രജിസ്റ്റർ ചെയ്ത് ഇന്ന് എത്തി നിൽക്കുമ്പോൾ 1500 ഏക്കറിന്റെ പ്രൊജക്റ്റിൽ ഏകദേശം നമുക്ക് 300 ഏക്കറോളം അക്വയർ ചെയ്യാനും 120 ഏക്കറിൽ പ്ലാന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനും അത് ഹാൻഡ് ഓവർ ചെയ്യാനും നമുക്ക് സാധിച്ചു എന്ന ഒരു സക്സസ്ഫുൾ സ്റ്റോറി നമുക്ക് ഇതിന്റെ കൂടെ പറയാനുണ്ട്. അപ്പൊ ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ 1500 ഏക്കറിൽ 28,000 പ്ലോട്ട്, അതിൽ 5,60,000 ചന്ദന മരങ്ങളും 10 ലക്ഷം ഹോസ്റ്റ് പ്ലാന്റുകളും ചേർന്നതാണ് ഈ ഒരു പ്രൊജക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ക്രിയേഷൻ ആണ് ഇന്ന് നമ്മൾ വയനാട് പുൽപ്പള്ളിയിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർച്ച് ടീമുകളായ 3 കമ്മിറ്റികൾ ഇവിടെ ഉണ്ടായി.
ഒന്ന് നമുക്കറിയാം, ആദ്യത്തെ മാധവ് ഗാർഗിൽ റിപ്പോർട്ട്, മാധവ് ഗാർഗിൽ കമ്മിറ്റി, മറ്റൊന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റി, മറ്റൊന്ന് ഉമ്മൻ വെസ് ഉമ്മൻ കമ്മിറ്റികൾ. ഈ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളാണ് നമ്മൾ അറിഞ്ഞത്. മാധവ് ഗാർഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഉമ്മൻ വെസ് ഉമ്മൻ റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ അഗ്രോ ഫോറസ്ട്രി സെക്ടറിലെ സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സ് നട്ടു വളർത്തുക എന്നുള്ളതാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ മരങ്ങളെ നട്ടുകൊടുത്ത്, കാട്ടിലെ മരങ്ങളെ നാട്ടിൽ നട്ടു വളർത്തുന്ന കൃഷിരീതിയാണ് ഈ റിപ്പോർട്ടുകൾ പ്രകൃതിലോല പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചത്. വർഷങ്ങൾക്ക് ശേഷം പല കമ്പനികളും പലരും അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നപ്പോൾ ചങ്കൂറ്റത്തോടുകൂടി ആ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത കമ്പനിയുടെ പേരാണ് ജസ്പേറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന സമയത്താണ് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എന്ന പുതിയ പ്രൊജക്റ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 16 KTDC ചെയർമാൻ PK ശശി സാറ് തറക്കല്ലിട്ട് വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വെറും 2 കിലോമീറ്ററോളം അടുത്ത് വരുന്ന വാടാനക്കവല, സുരഭിക്കവല എന്ന 2 ചെറിയ ടൗണിന്റെ നടുക്കുള്ള ഒരു ചെറിയ മൊട്ടക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു വർഷം കൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പറയാൻ സാധിക്കും. വെറും ഒരു വർഷം കൊണ്ട് 90 കോട്ടേജുകൾ അടങ്ങുന്ന ഫേസ് 1, ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ ഫേസ് 1 ആണ്. 5 ഏക്കറിൽ വരുന്ന 90 കോട്ടേജുകളും ഏകദേശം 1.5 ഏക്കറിൽ വരുന്ന കോമൺ അമെനിറ്റീസും ചേർന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ അനൗൺസ് ചെയ്തത് കഴിഞ്ഞ 2025 ഫെബ്രുവരി 16. അനൗൺസ് ചെയ്ത പ്രൊജക്റ്റ് ഒരൊറ്റ വർഷം കൊണ്ട് 90 കോട്ടേജും സോൾഡ് ഔട്ട് ചെയ്യാൻ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ കോട്ടേജുകളൊക്കെ അതിൻ്റെ കൃത്യമായ സ്കെച്ചുകളും വഴികളൊക്കെയാണ്. ഈ കോട്ടേജിന്റെ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ ആണെങ്കിലും ഇതിൽ ഏകദേശം 16ഓളം കോട്ടേജുകൾ 100% കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് റെഡി ടു ഒക്കുപ്പൈ എന്ന രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചു. 25ഓളം കോട്ടേജ് ഫിനിഷിംഗ് നടക്കുന്നു. വലിയ കോട്ടേജുകൾ 10 കോടി രൂപയുടെയും 8 കോടി രൂപയുടെയും കോട്ടേജുകളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത് നമുക്ക് നേരിട്ട് വന്നാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇത്രയും കോട്ടേജുകൾ സോൾഡ് ഔട്ട്, സെല്ല് ചെയ്യാൻ സാധിച്ചു. നമുക്കതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്ത് അതെല്ലാം സെല്ല് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രൊജക്ട് വീണ്ടും എക്സ്പെൻഡ് ചെയ്യാൻ, ഒരു വലിയ പ്രൊജക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഉള്ള പ്ലാനിങ് ആണ്. അപ്പൊ ഫേസ് 1 എന്ന് പറഞ്ഞാൽ വെറും 100 കോടി തൊട്ട് 150 കോടി രൂപ വരെ മാത്രം എസ്റ്റിമേഷൻ ഉണ്ടായിരുന്ന ഒരു കേവ് ഫോറസ്റ്റ്, സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് പ്രൊജക്റ്റിനെ ഫേസ് 2 വന്നപ്പോൾ അതിലും വലിയൊരു പ്രൊജക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഫേസ് 2 വന്നപ്പോൾ 1.5 കോടി രൂപയുടെ കോട്ടേജിലേക്ക് എന്ന് പറഞ്ഞാൽ 300 കോടി രൂപയുടെ പ്രോജക്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. കോമൺ അമെനിറ്റീസ് നമ്മുടെ ഫേസ് 1 വളരെ 1.5 ഏക്കർ ചെറിയ കോമൺ അമെനിറ്റീസേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഫേസ് 2 വന്നപ്പോൾ 10 ഏക്കറോളം സ്ഥലം വീണ്ടും എടുത്തുകൊണ്ട് 10-10.5 ഏക്കറാണ് ആവറേജ് വരുന്നത്. 10.5 ഏക്കറോളം വരുന്ന സ്ഥലം എടുത്തുകൊണ്ട് കോമൺ അമെനിറ്റീസും വീണ്ടും വർദ്ധിപ്പിച്ച് ലക്ഷറി ആയിട്ടുള്ള, കൂടുതൽ ലക്ഷറീസ് ആയിട്ടുള്ള കോട്ടേജുകൾ നമ്മൾ തുടങ്ങി. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ 45 ലക്ഷത്തിന്റെ കോട്ടേജിൽ സ്റ്റാർട്ട് ചെയ്ത് 1.5 കോടി രൂപയുടെ കോട്ടേജിലേക്ക് വന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ റിസോർട്ടുകൾക്കും അല്ലെങ്കിൽ ഓരോ ഹോട്ടലുകൾക്കും 3 സെഗ്മെന്റുകൾ മിനിമം ആയിട്ടുണ്ട്. നമ്മൾ അതിന്റെ റൂംസിന്റെ സെഗ്മെന്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രൗൺ പ്ലാസയിൽ പോയപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല, നിങ്ങൾ പറക്കാട്ട് നേച്ചർ റിസോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രൊജക്റ്റുകളുമായിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോർമൽ റൂംസ് ഉണ്ടാവും, പ്രീമിയം റൂംസ് ഉണ്ടാവും, സ്യൂട്ട് റൂംസ് ഉണ്ടാവും. അപ്പൊ പലതിനും പല റെന്റാണ്, പല വാടകയാണ്, ഹൈ റെന്റുകളുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് അതിന്റെ ഇൻവെസ്റ്റ്മെന്റും കോസ്റ്റും കൂടുതലുണ്ടാവും. അങ്ങനെ നമുക്ക് പല സെഗ്മെന്റിലേക്ക് വരുന്ന 1 കോടി 10 ലക്ഷം രൂപ ഓഫറോട് കൂടി 1.5 കോടി രൂപയുടെ ഏറ്റവും ഹൈ സ്യൂട്ട് സെഗ്മെന്റിൽ ഹൈ പ്രീമിയം റിസോർട്ടാണ് ഇപ്പൊ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 50 കോട്ടേജുകളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് റെഡി ക്യാഷ് കൊണ്ട് പർച്ചേസ് ചെയ്യുകയും പാർട്ട്ണർഷിപ്പോടുകൂടി പർച്ചേസ് ചെയ്യുകയും ചെയ്യാവുന്ന ഫെസിലിറ്റിയാണ് ഇതിനകത്തുള്ളത്. അത് ഒരു 5 സെന്റ് സ്ഥലവും അതിൽ 570 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വിത്ത് പ്രൈവറ്റ് 120 സ്ക്വയർ ഫീറ്റോളം പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും 16 സാൻഡൽവുഡ് ട്രീസോടും കൂടിയ കോട്ടേജാണ് നമുക്ക് പ്രോപ്പർട്ടി ആധാരം ചെയ്തു തരുന്നത്. അതോടൊപ്പം തന്നെ കോമൺ അമെനിറ്റീസിയുടെ ആക്സസ് ഉൾപ്പെടെ നമുക്ക് എഗ്രിമെന്റ് ചെയ്ത് തന്നുകൊണ്ടാണ് ഈ പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 1 കോടി 10 ലക്ഷം 1.5 കോടി രൂപ മുടക്കുന്ന വ്യക്തിക്ക് നിയർ ബൈ 50 കോടി രൂപയുടെ കോമൺ അമെനിറ്റീസ് കൂടി വരുന്ന ഈ 300 കോടി രൂപയുടെ പ്രൊജക്റ്റിലാണ് ആ വ്യക്തിക്ക് പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നത്.
ഇപ്പം ഇത്രയും വലിയ പ്രൊജക്റ്റുകളിലേക്കൊക്കെ പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ അത് സാധാരണക്കാർക്ക് അതൊരു വരുമാനമായി മാറുന്ന സിസ്റ്റമായിട്ടും സാധാരണക്കാർക്ക് ഇത് പാർട്ട്ണർഷിപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. കാരണം 1,00,000 രൂപ മുതൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് എന്നുവെച്ചാൽ നിങ്ങളുടെ പേരിലേക്ക് കൂടി ആധാരം ചെയ്തു തരുന്ന പാർട്ട്ണർഷിപ്പ് ഈ ഒരു സംവിധാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ നിമിഷം ഓർപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ട്ണർഷിപ്പ് സംവിധാനം പ്രൊജക്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്നുള്ളത് നമ്മൾ വയനാട് പുൽപ്പള്ളിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 12 ഏക്കറിൽ 2 മാസം മുമ്പ് തറക്കല്ലിട്ട് സ്റ്റാർട്ട് ചെയ്തു. 100 കോടി രൂപയാണ് ആ പ്രൊജക്ട്. ആ പ്രൊജക്ട് നമ്മൾ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും 80 കോടി രൂപയാണ്. അതിൽ 40 കോടിയോളം രൂപ വെറും 3 മാസം കൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. കാരണം വെച്ചാൽ 1,00,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് മിനിമം 2,500 തൊട്ട് 5,000 രൂപ വരെ മന്ത്ലി റിട്ടേൺ കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊജക്റ്റായിട്ട് നമ്മുടെ മാറും. അത് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 60 ഫ്രെയിം കോട്ടേജും അതോടൊപ്പം തന്നെ കാറ്റിൽ ഫീഡ് ഫാംസ്, പോൾട്രി ഫാംസ്, അതുൾപ്പെടെ തന്നെ അങ്ങനെയുള്ള മുട്ടക്കോഴി അങ്ങനെയുള്ള പല ഫാംസും അഗ്രികൾച്ചർ സെക്ടറിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനുള്ള അഗ്രികൾച്ചർ ഓർഗാനിക് ഫാംസും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സാൻഡൽവുഡ് റിസർച്ച് സെന്റർ, സാൻഡൽവുഡ് പ്ലാന്റേഷൻ അങ്ങനെ ചേർന്ന് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് വെച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആദായം കിട്ടുന്ന കൃഷിരീതികളെ അല്ലെങ്കിൽ ഫാമിംഗ് സിസ്റ്റത്തെയാണ് ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതി എന്ന് പറയുന്നത്. ആ കൃഷിരീതികൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫാമിംഗ് സിസ്റ്റമാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ഫാം അല്ലെങ്കിൽ ഫാം ടൂറിസം സാൻഡൽവുഡ് റിസർച്ച് സെന്ററിൽ ചേർന്നുകൊണ്ട് ജസ്പേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് ഈ പ്രൊജക്ട് റൺ ചെയ്യിപ്പിക്കുന്നത്. ഇതും നമ്മുടെ 100 കോടി രൂപയുടെ ഒരു നെക്സ്റ്റ് പ്രൊജക്റ്റ് ആണ്. ഇതും നമ്മുടെ 1500 ഏക്കറിന്റെ പ്രൊജക്റ്റിൽ വരുന്നതാണ് ഈ ഒരു ഫാം ടൂറിസം പ്രൊജക്റ്റ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയി ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ കമ്പനിയെ സാധാരണക്കാർ നോക്കി കാണുന്നതോടൊപ്പം തന്നെ കമ്പനിയെ ഗവൺമെന്റ് നോക്കി കാണുന്നുണ്ടായിരുന്നു. കാരണം ഇത്ര കൃത്യമായി ആളുകളിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്യുന്ന പേയ്മെന്റിന് കൃത്യമായ ഡോക്യുമെന്റ്സ് അക്കൗണ്ടബിലിറ്റി കാണിച്ചുകൊണ്ട് അതിന് കൃത്യമായി TDSഉം ഗവൺമെന്റിൽ ടാക്സ് അടച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവുകയും അത് ഗവൺമെന്റ് തലത്തിൽ വളരെയധികം അവാർഡുകളും അംഗീകാരങ്ങളും ഈ പ്രൊജക്ടിന് കമ്പനിക്ക് ലഭിക്കുകയും അതിന്റെ മാനേജ്മെന്റിന് ലഭിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നതിൽ കൂടുതൽ ഡീപ്പായിട്ട് ഗവൺമെന്റിന് ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനിയും അതിന്റെ മാനേജ്മെന്റിനെയും അതിന്റെ പ്രൊജക്ടിനെയും നോക്കിക്കാണുവാൻ സാധിച്ചു. ആ നോക്കിക്കണ്ടതിന്റെ ഒരു സക്സസ്ഫുൾ ഡിസിഷൻ എടുത്ത് അല്ലെങ്കിൽ ആ നോക്കിക്കണ്ടതിൽ നിന്ന് ഗവൺമെന്റ് എടുത്ത ഒരു സ്ട്രോങ് ഡിസിഷനാണ് ഗവൺമെന്റിന്റെ ഓട്ടോണമസ് ബോഡിയായ CSIR നിസ്റ്റും ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനിയുമായി ഒരു ടൈഅപ്പിന് തയ്യാറായി എന്നുള്ളത്. അപ്പോൾ എന്താണ് ആ ടൈഅപ്പ് എന്ന് ചോദിച്ചാൽ ആ ടൈഅപ്പിന്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, വോയിസ് ക്ലിയർ അല്ലേ? ഞാൻ ആദ്യം വോയിസ് കേട്ടപ്പോൾ വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ വീഡിയോയുടെ? അനീഷ് സാർ ഇപ്പോഴല്ല ആദ്യം. ഓക്കെ, ബയോമെഡിക്കൽ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം. പുതിയ തുടക്കത്തിന് കൈകോർത്ത CSIR നിസ്റ്റും അങ്കമാലിയിലെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ബയോവസ്തും സൊല്യൂഷൻസും ആശുപത്രി മാലിന്യം മണ്ണാക്കി മാറ്റുകയാണ് പുതിയ സാങ്കേതിക വിദ്യയിലൂടെ. ലോക ശ്രദ്ധയാകർഷിച്ച സാങ്കേതിക വിദ്യയുമായി CSIR നിസ്റ്റും ബയോവസ്തും സൊല്യൂഷൻസും ലോകത്തിലാദ്യമായി ബയോമെഡിക്കൽ മാലിന്യങ്ങളെ കാർഷികാവശ്യങ്ങൾക്കുതകുന്ന മണ്ണിന് പകരമുള്ള വസ്തുവാക്കി മാറ്റുന്നതിനുള്ള പേറ്റന്റ് ലഭിച്ച സാങ്കേതിക വിദ്യ കൈമാറുന്ന ചടങ്ങിന് തിരുവനന്തപുരം പാപ്പനംകോടുള്ള CSIR നിസ്റ്റ് ക്യാമ്പസ് വേദിയായി. വെറും 15 മിനിറ്റുകൾക്കുള്ളിൽ 1 കിലോ മെഡിക്കൽ മാലിന്യത്തെ കൃഷിക്ക് അനുയോജ്യമായ സോയിൽ അഡിറ്റീവായി മാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് കാഴ്ചവെച്ചത്. DSIR സെക്രട്ടറിയും CSIR ഡയറക്ടർ ജനറലുമായ ഡോക്ടർ N കലൈസെൽവി ബയോവസ്തും സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോഷി വർക്കിക്ക് സാങ്കേതിക വിദ്യ കൈമാറ്റ കരാർ ഔദ്യോഗികമായി നൽകി. തിരുവനന്തപുരം നിസ്റ്റ് ഡയറക്ടർ ഡോക്ടർ C ആനന്ദരാമകൃഷ്ണൻ, CSIR ബിസിനസ് ഡെവലപ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ നിഷി, ഇന്നൊവേഷൻ സെന്റർ മേധാവി ഡോക്ടർ ശ്രീജിത്ത് ശങ്കർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണിന്റെ ഗുണനിലവാരം വിവിധ കാർഷിക സർവകലാശാലകളിൽ നടത്തിയ പഠനങ്ങളിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു പ്രൊജക്റ്റാണ് ഇന്ന്
അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലേക്ക് VK ജസ്പേഡ് LLP എന്ന കമ്പനിക്ക് ആ ഒരു മെഡിക്കൽ വേസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് ലോകമിനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ഡിസാസ്റ്ററായി മാറാൻ പോകുന്നത് ഹോസ്പിറ്റൽ വേസ്റ്റ് ആണ്. കാരണം സാംക്രമിക രോഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സർജറി ആഫ്റ്റർ ഡിസീസസ് ആഫ്റ്ററുള്ള എല്ലാ വേസ്റ്റുകളും സാംക്രമിക രോഗങ്ങൾക്കുള്ള വലിയ സോഴ്സ് ആയി മാറുന്നിടത്താണ് അതിനെ ഒരു മണ്ണാക്കി മാറ്റി എന്നുവെച്ചാൽ കൃഷിക്ക് ആവശ്യമായ ഒരു അഡിറ്റീവായി മാറ്റാൻ സാധിക്കുന്ന ഒരു ടെക്നോളജി, ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജി 34ഓളം പേറ്റൻസിയോടുകൂടി വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ പ്രൊജക്റ്റ് ഗവൺമെന്റ് കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രൊജക്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി ഗവൺമെന്റ് കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനിക്കാണ്. ഇന്ന് CSIR നിസ്റ്റിന്റെ നമുക്ക് ഈ പ്രൊജക്ട് നമ്മളെ വാല്യുവേറ്റ് ചെയ്ത് നമുക്ക് ഈ പ്രൊജക്ട് തന്ന CSIR നിസ്റ്റ് എന്ന ഓട്ടോണമസ് ബോഡിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അവർ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജി, അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ക്യാബിനറ്റ് മിനിസ്റ്റർ, ഇവരെല്ലാമാണ്. ഈ പ്രൊജക്ടിനെ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായി ഉള്ള നമ്മുടെ ടീമാണ്. ആ ടീമിൽ നമ്മുടെ കമ്പനിയുടെ MDയും ചെയർമാനും അടങ്ങുന്ന ടീമാണ് ഈ പ്രൊജക്ട് ഇന്ന് വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. ഇതാണ് സാമ്പിളായിട്ട് നമ്മൾ ഈ മെഷീൻ ഡൽഹി എയിംസിൽ ഇൻസ്റ്റാൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് റൺ ചെയ്ത് എൻവയറമെന്റ് പ്രോബ്ലം ഉണ്ടാവുന്നില്ല, പൊല്യൂറ്റഡ് അല്ല, ഓൾറെഡി സോയിലോ സാൻഡോ വാട്ടറോ പൊല്യൂട്ടഡ് അല്ല എന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ലഭിച്ചുകൊണ്ടാണ് ഈ പ്രൊജക്ട് മുന്നോട്ട് വന്നത്. ഇതിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ, ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇനാഗുറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഡൽഹി എയിംസിൽ നടന്നൊരു ചടങ്ങാണ്. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് യെസ് ഓക്കെ. അപ്പോൾ ഇനി ഒരു ഹാപ്പി ന്യൂസും കൂടി പറയാനുള്ളത്, 2 മാസത്തിനുള്ളിൽ ഈ മെഷീൻ കേരളത്തിൽ ഞാൻ റിവീൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്, ഒരു മെയിൻ ഹോസ്പിറ്റലിൽ ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇനാഗുറേറ്റ് ചെയ്യുന്ന കേരളത്തിലൊരു സ്പെഷ്യൽ ഇനാഗുറേഷൻ ഫംഗ്ഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, അപ്പോൾ VK ജസ്പേഡ് LLP എന്ന കമൻസിംഗ് ഇന്നോവേറ്റീവ് ഇൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്റ്റിലേക്ക് 4500 കോടി രൂപയുടെ പ്രൊജക്റ്റിലേക്ക് പാർട്ട്ണർഷിപ്പ് നമുക്ക് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇന്ന് ഗവൺമെന്റിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മെഷീൻ മാനുഫാക്ചർ ചെയ്ത് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും ഇതിനു ആവശ്യമായ അഡിറ്റീവ് കെമിക്കലുകളൊക്കെ സപ്ലൈ ചെയ്യാനുള്ള സപ്ലൈ ചെയിൻ മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനുള്ള മെയിൻ്റനൻസ് സെന്റേഴ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനും എക്സിക്യൂട്ടീവ് ചെയ്യാനുമായിട്ട് ഇതിൻ്റെ ഒരു പ്രൊജക്ട് കോസ്റ്റ് വരുന്നത് 4500 കോടി രൂപയാണ്. അത് കളക്ട് ചെയ്യാൻ, അത് ഷെയർ ആയിട്ട് കളക്ട് ചെയ്യാനുള്ള റൈറ്റും ഇന്ന് VK ജസ്പേഡ് LLP എന്ന കമ്പനിക്കുണ്ട്. അതും നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ലഭിക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അത് നെക്സ്റ്റ് അടുത്ത പ്രൊജക്റ്റ് നമ്മുടെ വരുന്ന 25 ഏക്കറിൽ വരുന്ന ഫ്രാക്കൻ ഹെവൻ എന്നൊരു വലിയ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ 100ഓളം വില്ലാസ്, പ്ലേ ഏരിയ, നമുക്ക് ഹൈ ലെവലിലുള്ള എന്നുവെച്ചാൽ ഹൈ പ്രീമിയം ലെവലിലുള്ള ഫ്ലാറ്റ്സ്, ഓൾഡ് ഏജ് ഹോംസ്, 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഓൾഡ് ഏജ് ഹോംസ്, ഇതെല്ലാ ഫെസിലിറ്റിയോടും കൂടി വലിയൊരു ടൗൺഷിപ്പാണ് നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുന്ന കാലിക്കറ്റ് ജസ്പേഡ് ടവർ എന്ന രീതിയിൽ കാലിക്കറ്റ് വരുന്ന ഒരു വലിയ ടവർ, ഇതും ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് എന്ന കമ്പനിയുടെ നെക്സ്റ്റ് പ്രൊജക്റ്റുകളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള ടെക്നോ പാർക്കിലുള്ള ഇൻഫോ പാർക്കിലുള്ള ടിൻ ടവറിൽ, ലുലുവിൻ്റെ ടിൻ ടവറിൽ വെച്ച് അവിടെ നടന്ന ഒരു എക്സിബിഷനിൽ നമ്മുടെ സ്പോർട്സ് സ്കൂൾ, ഇന്റർനാഷണൽ ലേണിംഗ് സ്പോർട്സ് ക്യാമ്പസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 10 ഏക്കറോളം വരുന്ന ഒരു ക്യാമ്പസാണ്. നമ്മൾ അതിനുവേണ്ടി സ്ഥലം എടുത്തിരിക്കുന്നത് കരിമോളം അടുത്തായിട്ടാണ്. അതിന് പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയുള്ള സ്കെച്ചും കാര്യങ്ങളും അതിൻ്റെ 3D കാര്യങ്ങളെല്ലാം, അതിൻ്റെ ലൈസൻസിങ് എല്ലാം മുന്നോട്ട് പോകുന്നു. ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന കമ്പനിയാണ് ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി പാർട്ട്ണർ ആവുക എന്നുള്ളത്
ഞങ്ങളൊക്കെ ഈ കമ്പനിയുടെ പാർട്ട്നേഴ്സ്, ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സാണ്. നിങ്ങൾക്കും ഈ ഒരു കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി പാർട്ട്ണർ ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ എന്താണ് ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പ്? ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഔട്ട്ലെറ്റ്സ്, അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, നമുക്കൊരു ഷോപ്പ് ഇട്ടുകൊണ്ടോ ഷോപ്പ് ഇടാതെ ഓൺലൈനായിട്ടോ ചെയ്യാവുന്ന ഫ്രാഞ്ചൈസികളാണ് ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പ്. ആ ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പ് പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വരുന്ന വ്യക്തിക്ക് ഫ്രാഞ്ചൈസിയിലേക്ക് വന്നാൽ ഒത്തിരി തടസ്സങ്ങൾ, ബാരിയേഴ്സ് ഇല്ലാതെ അവൻ ആ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം അതിനൊരു ബ്രാൻഡ് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ KFC ഉണ്ട്. ഇപ്പൊ KFCക്ക് പകരം ഞാൻ പലയിടത്തും നമ്മൾ കാണുമ്പോൾ KBC എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ കാണാൻ പറ്റും. കാരണം അത് ലോക്കൽ ബ്രാൻഡാണ്. പക്ഷെ ആളുകൾ എവിടെയാണ് കയറുള്ളൂ? KFC എന്ന ഒറിജിനൽ ബ്രാൻഡിലാണ് അവർ കയറുള്ളൂ. കാരണം അതിന്റെ ക്വാളിറ്റിയും അതിന്റെ അഷുറൻസും കസ്റ്റമർക്ക് വാല്യുബിൾ ആണ്. അപ്പൊ അങ്ങനെ അതിന്റെ ബ്രാൻഡ് അതിനകത്തൊരു ഇതാണ്. അപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ടാവും, ഒരു പ്രോസസ്സ് ഉണ്ടാവും, കൃത്യമായ ഒരു അച്ചടക്കമുള്ള ഒരു സിസ്റ്റം അവര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ കസ്റ്റമർ വരെ എത്തുവാനായിട്ട് ഒരു പ്രോസസ് സിസ്റ്റം ഉണ്ടാവും. അതിന് ലെസ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ റെഡിമെയ്ഡ് മോഡലായിരിക്കും. നമ്മളൊരു മോഡൽ ഉണ്ടാക്കി റെഡിമെയ്ഡ് ചെയ്യേണ്ട റിസ്ക് കുറവുണ്ടാവും. കാരണം ഇത് സക്സസ്ഫുൾ ആയിട്ട് അവർ വിജയിപ്പിച്ചു. ഇനി വിജയിപ്പിക്കേണ്ട എന്ന റിസ്ക് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇൻസ്റ്റന്റ് അഷുറൻസ് പ്രോഫിറ്റ്, നമുക്ക് ആവറേജ് ഒരു ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി ആണെങ്കിൽ നമുക്ക് അഷുർ ചെയ്യാൻ പറ്റും. കാരണം ആ ബ്രാൻഡിന്റെ മറ്റൊരു ഫ്രാഞ്ചൈസിയിൽ ഇത്രയും സെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ആവറേജ് ഇത്രയും സെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇൻസ്റ്റന്റ് അഷ്വർഡ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ്. പിന്നെ ഓവർ ഹെഡ്സ് ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിയുടെ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കസ്റ്റമർ പ്രോബ്ലംസ്, ഇതൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രാഞ്ചൈസിയുടെ ബ്രാൻഡിങ്ങിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ബിസിനസ് ബ്ലൂ പ്രിന്റ്, ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റും അതിലുണ്ടാവും. അപ്പൊ അതാണ് ഫ്രാഞ്ചൈസിയുടെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നമ്മളോട് കമ്പനി പറയുന്ന ഒരു പുതിയ സ്കീം അനുസരിച്ചിട്ട് കമ്പനി നമ്മളോട് പറയുന്ന നിങ്ങളൊരു 5 പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ 5 പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്രാഞ്ചൈസി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നു, സാലറിക്ക് വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ സാലറിക്ക് വർക്ക് ചെയ്ത് നമ്മളുടെ നീഡ് ഫുൾഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ വർക്ക് ചെയ്താൽ, സമയവും എനർജിയും കൊടുത്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് വരുമാനമുള്ളൂ. പക്ഷെ ഇവിടെ 100% ജീവിതം എൻജോയ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അവര് ഈ പറയുന്ന പോലെ തന്നെ സാലറിക്ക് ജോലി ചെയ്യുന്ന ആളുകളല്ല, സ്കില്ല് ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകളല്ല. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ നല്ല ബിസിനസ്സുകാർ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ഓവർ ഹെഡേക്ക് ഇല്ലാതെ റിട്ടേൺ കിട്ടുന്ന ആളുകളാണ് ഇന്ന് ജീവിതം ആസ്വദിക്കുന്നത്. ഇപ്പൊ ബിസിനസ്സുകാരുടെ സെഗ്മെന്റിൽ ബിസിനസ്സുകാർ എപ്പോഴും പാർട്ട്നേഴ്സിലൂടെ കൂടിയാണ് ബിസിനസ് ചെയ്യുന്നത്. യൂസഫ് അലിക്ക സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, യൂസഫ് അലിക്കയുടെ ലുലു മാൾ എന്ന് പറയുന്ന എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള സ്ഥാപനം, അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, കുറെ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത പാർട്ട്നേഴ്സിന്റെ കൂടെ സ്ഥാപനമാണ് ആ ലുലു മാൾ എന്ന സ്ഥാപനം. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു പാർട്ട്ണർഷിപ്പ് സംവിധാനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ അഡ്വാൻറ്റേജ്, നമ്മൾ മാത്രം പണി ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കുന്നില്ല. നമ്മൾ മാത്രം ഒരു സെയിലോ ബിസിനസ്സോ ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കുന്നില്ല. ഒരു കൂട്ടം ആളുകളുടെ എഫോർട്ട് കൂടി എടുക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ, ഈ യൂസഫ് അലിക്ക ലുലു മാൾ 56,000 സ്റ്റാഫിന്റെ ഒരു ലിവറേജ്, അത്രയും സ്റ്റാഫുകൾ പണി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് അദ്ദേഹത്തെ ഒരു കോടീശ്വരനാക്കി, ഒരു സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരനാക്കി മാറ്റുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് ലിവറേജ് സിസ്റ്റം എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന സാലറി കൊടുക്കുന്ന സ്ലേവറി നടത്തുന്ന ചില അടിമത്വം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളെ ജസ്പേഡ് എന്ന കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ മാനേജ്മെന്റ് ഒരിക്കലും ഗ്രേറ്റ് MD ആയിട്ടുള്ള ഡോക്ടർ നിഷാദ് അബൂബക്കർ എന്ന വ്യക്തി അങ്ങനെ ഒരു ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി ചേർത്ത് പറയാൻ ഞാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ഡോക്ടർ നിഷാദ് അബൂബക്കർ എന്ന വ്യക്തി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു സെൻട്രൽ മിനിസ്ട്രിയുടെ ഓർഗനൈസേഷനായ നാഷണൽ ഇൻഡസ്ട്രീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന ഓർഗനൈസേഷന്റെ കേരളത്തിലെ കൗൺസിലിന്റെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറാണ് ഡോക്ടർ നിഷാദ് ടി.
അപ്പൊ അത്രയും പൊസിഷനേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഈ പ്രൊജക്റ്റ് സാധാരണക്കാർക്ക് അവർക്ക് ലിവറേജ് ബിൽഡ് ചെയ്തുകൊണ്ട് അവരെ സക്സസ്ഫുൾ ആക്കുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് നമ്മൾ സ്കില്ലും മറ്റുള്ളവരുടെയും നമ്മുടെയും സ്കില്ലും കോണ്ടാക്റ്റും ഐഡിയയും അറിവും സമയവും പണവും എക്സ്പീരിയൻസും എടുത്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് ലിവറേജ് 100% പ്രവർത്തിക്കുക. അപ്പൊ നമ്മുടെയും നമ്മുടെ കൂടെയുള്ളവരെയും സ്കില്ലും കോണ്ടാക്റ്റും ഐഡിയയും അറിവും സമയവും പണവും എക്സ്പീരിയൻസും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അതിന് ഒരു ഫ്രാഞ്ചൈസി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ എന്താണ് ഫ്രാഞ്ചൈസി? അപ്പോൾ ആ ഫ്രാഞ്ചൈസിയുടെ ടാർഗറ്റ് എന്താണ്? 12 കോടി രൂപ വരുന്ന ഒരു ഫ്രാഞ്ചൈസി ടാർഗറ്റാണ് നമ്മളുള്ളത്. ഇപ്പം ഞാൻ എന്നോട് പറയുകയാണെങ്കിൽ, ഞാനെന്ന അനുവർക്കി എന്ന വ്യക്തി 12 കോടി രൂപയുടെ ടാർഗറ്റ് ചെയ്യുന്ന 12 കോടി രൂപ നേടിയെടുക്കാവുന്ന ഒരു ഫ്രാഞ്ചൈസി നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും പ്രൊജക്റ്റ്, സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ്, സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്, സാൻഡൽവുഡ് ഫാം ടൂറിസം, അതോടൊപ്പം തന്നെ ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് CSIRന്റെ 4500 കോടി രൂപയുടെ പ്രൊജക്റ്റ്, നെക്സ്റ്റ് വരുന്ന 25 ഏക്കറിൽ വരുന്ന ഫ്രാഗൻ ഹെവൻ പ്രൊജക്റ്റ്, നെക്സ്റ്റ് കോഴിക്കോട് വരുന്ന 2.5 ഏക്കറിൽ വരുന്ന കാലിക്കറ്റ് ചെസ്പേഡ് ടവർ എന്ന പ്രൊജക്റ്റ്, അങ്ങനെ ഓരോരോ പ്രൊജക്റ്റുകൾ, അപ്കമിങ് പ്രൊജക്റ്റുകൾ കുറേ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഓരോരോ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസിയിൽ 12 കോടി രൂപ പ്രോഫിറ്റ് മേക്ക് ചെയ്യാവുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ 12 കോടി രൂപയുടെ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഈ ഒരു ഫ്രാഞ്ചൈസി ഞാൻ തന്നെ ഒരു സ്ഥാപനമായിട്ട് ചെയ്താൽ എനിക്ക് കുറെ കാലം എടുക്കും ആ ഫ്രാഞ്ചൈസി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു 10 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ കിട്ടിയാൽ അത് ലാഭമാണ്. അല്ല. കാരണം എന്താണ്? 10 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ കിട്ടിയാൽ ഒരു വർഷം നിയർ ബൈ 10,000 രൂപയ്ക്ക് താഴെ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ, പ്രോഫിറ്റ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നേരെ തിരിച്ച് ഒരു വർഷം കൊണ്ട് നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയാൽ ഒരു വർഷം എത്രയായി? നിയർ ബൈ 1 ലക്ഷം രൂപയായി. 25,000 രൂപ നമ്മുടെ ഡെയിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കി 75,000 രൂപ നമുക്ക് സേവ് ചെയ്യാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൂടുതൽ മന്ത്ലി റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഫ്രാഞ്ചൈസിയിൽ 12 കോടി രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഫ്രാഞ്ചൈസി ഞാൻ എടുത്തപ്പോൾ ഞാൻ തന്നെ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, എൻ്റെ ലിവറേജ് എക്സ്പാൻഡ് ചെയ്ത് അതൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുന്നത്, ഞാൻ 2 കോടി രൂപയുടെ ടാർഗറ്റ് ഞാൻ എടുക്കുകയും എൻ്റെ സുഹൃത്തുക്കളിലേക്ക് 2 കോടി രൂപയുടെ ടാർഗറ്റുകൾ, പ്രോഫിറ്റ് ടാർഗറ്റ്, ബിസിനസ് പ്രോഫിറ്റ് ടാർഗറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാൻ ഞാനൊരു 5 പാർട്ട്നേഴ്സിനെ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ആഡ് ഓൺ ചെയ്തു. അപ്പൊ 5 പാർട്ട്നേഴ്സിന് നമ്മുടെ കൂടെ ഒരേ ലക്ഷ്യത്തോടു കൂടി ഓരോ കാഴ്ചപ്പാടോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു 5 പേരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ കൂടുതലും ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ മറ്റെല്ലാ നിലവാരങ്ങളുമല്ല ഇതിനകത്ത് ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അവർക്കുള്ള ഈ ഒരു പാർട്ട്നേഴ്സ് ആവാനുള്ള അവരുടെ എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അവരുടെ എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് അവർക്ക് 2 കോടി രൂപ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ജീവിക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാൻ എനിക്കും അവസരമുണ്ട്, അതെനിക്കും സാധിക്കും എന്ന് ഉറപ്പുള്ള ഒരു 5 പേരെയാണ് ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ലക്ഷ്യം 12 കോടി രൂപ ടേൺ ഓവർ എന്ന ബിസിനസ്സിൽ 2 കോടി രൂപ ടേൺ ഓവർ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ മാത്രമല്ല രക്ഷപ്പെടേണ്ടത്, എൻ്റെ കൂടെ വരുന്ന 5 പേരെയും രക്ഷപ്പെടുത്തണം, സക്സസ്ഫുൾ ആക്കണം എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഫ്രാഞ്ചൈസി ഞാൻ ഏറ്റെടുത്തത്. അപ്പൊ ആ കൂടെ വരുന്ന ആളുകളോട് നമുക്ക് ഉറപ്പോട് പറയാൻ പറ്റുന്നു, എൻ്റെ കൂടെ നിന്നോളൂ, ഞാൻ നിന്നെ വിജയിപ്പിക്കും. കാരണം എൻ്റെ കയ്യിൽ 12 കോടി രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഇത്രയും വലിയ കോടികളുടെ 10,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓണറാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, 2 കോടി രൂപ നിനക്ക് മേടിച്ച് തരാനുള്ള പ്രൊഡക്റ്റുകളും പ്രൊജക്റ്റുകളും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സിസ്റ്റവും അതിൻ്റെ റൂട്ടും അതിൻ്റെ പൈപ്പ് ലൈൻസ് മീൻസ് എന്ന് വെച്ചാൽ അതിനെല്ലാം ഏതൊക്കെ വഴിയിലേക്ക്
കൂടിയാണ് അത് മുന്നോട്ട് പോകേണ്ടത്, ഏതൊക്കെ വഴിയിലൂടെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ സിസ്റ്റവും കൃത്യമായ സ്ട്രാറ്റജിയും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുണ്ടെന്ന് വ്യക്തമായ ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്കും ഈ 5 പാർട്ട്നേഴ്സിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അവരും നിങ്ങളുടെ കൂടെ നിൽക്കുകയും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് വിജയിപ്പിക്കാനും സാധിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകുന്നില്ല. അത് ഒരു കുറേ സമയമെടുക്കുന്ന ഒരു ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് അത് സാധിക്കുന്നുള്ളൂ. ഒരു കാര്യം മാത്രം ഉറപ്പിക്കുക, 2 കോടി രൂപ നമുക്ക് നേടിയെടുക്കാൻ ഒരു വർഷം കൊണ്ട്, ഈ ഒരു ഇനി വരുന്ന 8 മാസമില്ല, നമുക്ക് ഇനി വരുന്ന 8 മാസം കാലാവധി തന്നെ നമ്മൾ വെച്ചാൽ മതി. 8 മാസം കൊണ്ട് നമുക്ക് ഈ വരുന്ന 2 കോടി രൂപ നേടിയെടുക്കാൻ, നമ്മുടെ കൂടെ 2 കോടി നേടിയെടുക്കാൻ കഴിയുന്ന 5 പേരെ കണ്ടെത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നമുക്ക് പല അവസരങ്ങൾ എന്നുവെച്ചാൽ പല സ്റ്റെപ്പുകളിൽ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്, ഇന്ന് നമ്മുടെ കേവ് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി പാസ്, വെറും 20,000 രൂപ വരുന്ന എൻട്രി പാസ് നമുക്ക് അവർക്ക് വിറ്റുകൊണ്ട്, അക്കോമഡേഷൻ പാസ് വിറ്റുകൊണ്ട്, അതിൻ്റെ കൂടെ വരുന്ന ഗിഫ്റ്റായ വെൽനസ് പ്രൊഡക്റ്റ്, കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് വെൽനസ് പ്രൊഡക്റ്റ്, മാഗ്നറ്റിക് തെറാപ്പി വെൽനസ് പ്രൊഡക്റ്റ്, ട്രീറ്റ്മെൻറ്റ് വെൽനസ് പ്രൊഡക്റ്റ് നമുക്ക് അവർക്ക് കോംപ്ലിമെൻ്ററായി അവർക്ക് കൊടുത്തുകൊണ്ടും അവർക്ക് മറ്റുള്ളവരിലേക്ക് സെൽ ഔട്ട് ചെയ്തുകൊണ്ടും ഒരു വലിയ റവന്യൂ ജനറേറ്റ് ചെയ്ത് അവരിലൂടെ പാർട്ട്ണർഷിപ്പ് സിസ്റ്റത്തിലേക്കും പുതിയ പ്രൊജക്റ്റിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സിനെയും ക്രിയേറ്റ് ചെയ്ത് 2 കോടി രൂപ പ്രോഫിറ്റ് കിട്ടാവുന്ന സെഗ്മെൻറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മളൊരു വിഷണറിയായി മാറുകയും, നമ്മൾ എന്താണ് വിഷൻ ചെയ്തിരിക്കുന്നത്, ഞാൻ 12 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കും, ആ പ്രോഫിറ്റിൽ എൻ്റെ കൂടെ വന്നേക്കുന്ന 5 പേർക്ക് ഞാൻ 2 കോടി രൂപ വെച്ച് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് എനിക്കും 2 കോടി രൂപയും എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒരുപോലെ, ഞാൻ വിജയിക്കുന്ന പോലെ തന്നെ ഒരുപോലെ വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് നമ്മൾ ഒരു വിഷണറിയായി മാറുമ്പോഴാണ് ഇവർ ഇൻറ്റഗ്രേറ്ററായി, എന്നുവെച്ചാൽ നമ്മൾ കണ്ട ആ കാഴ്ച, ആ വലിയ നീതിയും സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രഭാതത്തിന്റെ വലിയ സന്തോഷത്തിന്റെ കാഴ്ച, ഒരു സക്സസ്ഫുൾ ജേർണിയുടെ ഒരു വലിയ കാഴ്ച നമ്മൾ കാണുന്നത് നമ്മളുടെ കൂടെയുള്ളവരെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അവർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് മാറുകയും ആ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ്ഫുള്ളായി പ്രവർത്തിക്കുന്ന വ്യക്തികളായി, ഇൻറ്റഗ്രേറ്റേഴ്സ് ആയിട്ട് അവർക്ക് മാറാനും സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. ആ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ഒരു സബ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന 1 ലക്ഷം രൂപയുടെ ഷെയർ ജസ്പെയ്ഡ് കമ്പനീസിൻ്റെ ഏത് പ്രൊജക്റ്റിലേക്കും, പ്ലാന്റേഷൻ ഓർ കേവ് ഫോറസ്റ്റ്, ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്, വരാൻ പോകുന്ന BMWM ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫ്രാഗ്രൻ ഹെവൻ പ്രൊജക്റ്റ്, കാലിക്കറ്റ് ടവർ പ്രൊജക്റ്റ്, ഏത് പ്രൊജക്റ്റിലേക്കാണോ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഷെയർ കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അത് നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പായ ഈ 1 ലക്ഷം രൂപയുടെ ഷെയർ കളക്ട് ചെയ്യാനായിട്ട് എല്ലാ വ്യക്തികളെയും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ തരത്തിലുള്ള വ്യക്തികളെയും ആഡ് ഓൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷത്തിൻ്റെ എത്ര വേണമെങ്കിലും, 1 ലക്ഷം ആയിക്കോട്ടെ 2 ലക്ഷം ആയിക്കോട്ടെ, എത്ര ഷെയർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയുടെ ഷെയറാണ് കമ്പനിയുടെ ഷെയർ. അതിൽ താഴേക്ക് 10,000 രൂപയുടെ 50,000 രൂപയുടെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നില്ല. ഏറ്റവും കുറഞ്ഞ ഷെയർ 1 ലക്ഷം രൂപയുടെ ഷെയറാണ്. അപ്പോൾ സാധാരണക്കാർ, ഇപ്പോൾ 1 ലക്ഷം രൂപ ഷെയർ എടുക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, പക്ഷെ സാധാരണക്കാർക്ക് പലർക്കും 1 ലക്ഷം രൂപ ഷെയർ എന്നുള്ളത് ഒരു വലിയ ബാരിയറാണ്. കാരണം അവൻ്റെ വരവ് ചെലവുകൾക്ക് ശേഷം ചിലപ്പോൾ ഒരു 10,000 രൂപ പോലും മാറ്റിവെക്കാനില്ലാത്ത ആളുകളായിരിക്കും പല ആളുകളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 10,000 രൂപയും അല്ലെങ്കിൽ പല രീതിയിൽ ഒരു 10,000-15,000 രൂപയൊക്കെ മാറ്റിവെക്കാനുണ്ടാവും. പക്ഷേ അത് അവന് 1 ലക്ഷം രൂപ മാറ്റിവെക്കാൻ ഇല്ലാത്ത വ്യക്തികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്ക് ഒരു ജോലി അവസരവും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ഷെയർ പല ഘട്ടങ്ങളായിട്ട്, ആഴ്ചകളായി, മാസങ്ങളായി അടയ്ക്കാവുന്ന ഒരു സിസ്റ്റം കൂടി കമ്പനി വെറും 8 ദിവസത്തേക്ക്, ഇനി പറഞ്ഞാൽ വെറും 7 ദിവസത്തേക്ക് മാത്രമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെക്കൻഡ് ഓപ്ഷൻ, ഒരു സ്കീമാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അത് പ്രീമിയം ഇൻവെസ്റ്റേഴ്സ് ഓപ്പർച്യൂണിറ്റി എന്നൊരു സ്കീം എന്ന് നമ്മൾ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഷെയറായ
ഷെയർ ഓഫർ ചെയ്യുന്ന 1 lakh ഷെയർ, ഒരു യൂണിറ്റിന് 1 lakh ഷെയർ എന്ന രീതിയിലാണ് വരുന്നത്. അത് നമുക്ക് 33 ആഴ്ച കൊണ്ട് അത് അടയ്ക്കാവുന്ന, ഈ 1 ലക്ഷം രൂപ 33 ആഴ്ച കൊണ്ട് അടയ്ക്കാവുന്ന ഒരു സംവിധാനമാണ് കമ്പനി ഒരുക്കിയിരുന്നത്. ഏകദേശം ഒരു 7.5 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ അടച്ചു തീരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കമ്പനി ചെയ്തിരിക്കുന്നത് ആഴ്ചയിൽ 3000 രൂപ വെച്ച് നിങ്ങൾ അധ്വാനിക്കുന്ന അധ്വാന ഫലത്തിൽ നിന്നോ ഇല്ലെങ്കിൽ ജസ്പെയ്ഡിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഈ 3000 രൂപ വെച്ച് മന്ത്ലി അടയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്കീമാണ് ഇവിടെ വീക്കിലി അടയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്കീമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തിരുന്നത്. അപ്പൊ ആഴ്ചയിൽ 3000 രൂപ ഉണ്ടാക്കാൻ കഴിവുള്ള വ്യക്തികൾക്ക് അങ്ങനെ ആഴ്ചയിൽ അടച്ചുകൊണ്ട് ഏകദേശം 33 ആഴ്ചയിൽ അടച്ച് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് 3000 രൂപ വെച്ച് 33 ആഴ്ച അടയ്ക്കുമ്പോൾ ഒരാഴ്ച നമ്മൾ 4000 രൂപ അടയ്ക്കുമ്പോഴാണ് അത് ഏകദേശം 1 ലക്ഷം രൂപയുടെ ഷെയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് അടയ്ക്കാൻ സാധിക്കും. അതൊരു ബെനിഫിറ്റ് ആണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു ലക്കി ഡ്രോ നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പൊ 4 ആഴ്ചയും കൃത്യമായിട്ട് അടയ്ക്കുന്നവരുടെ ഒരു ID നമ്പർ, അവരുടെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചുകൊണ്ട് ഒരു ലക്കി ഡ്രോ നമ്മൾ ചെയ്യും. ആ ലക്കി ഡ്രോയിൽ വിൻ ചെയ്യുന്ന വ്യക്തികൾക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് 1 ലക്ഷം രൂപയുടെ ഷെയർ ആണ് അതിൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഷെയറിലേക്ക് വേണ്ടി വീക്കിലി 3000 രൂപ അടയ്ക്കുന്ന വ്യക്തി, ഒരു മാസത്തിൽ 12000 രൂപ അടയ്ക്കുന്ന വ്യക്തി, 4 ആഴ്ചയുള്ള മാസമാണെങ്കിൽ 12000 രൂപ, 5 ആഴ്ചയുള്ള മാസമാണെങ്കിൽ 15000 രൂപ വെച്ച് അടയ്ക്കുന്ന വ്യക്തികൾക്ക് ഒരു 5 ആഴ്ച അടച്ചു, ഫസ്റ്റ് മാസം അടച്ചു 15000 രൂപ അടച്ചു, അല്ലെങ്കിൽ 12000 രൂപ 4 ആഴ്ചകളായിട്ട് 12000 രൂപ അടച്ചു. അപ്പോഴാണ് ലക്കി ഡ്രോ വിൻ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് അത് അടയ്ക്കാതെയും ഈ 1 lakh rupees ഷെയർ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ ആ ഷെയറിന്റെ മെച്യൂരിറ്റി പീരീഡോടുകൂടി ആ വ്യക്തിക്ക് ആ ഷെയറിൽ നിന്നുള്ള വരുമാനം തിരിച്ചു കിട്ടുകയും ചെയ്യുകയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ലക്കി ഡ്രോയും ഇതിന്റെ ഒരു ഓഫറായിട്ട്, ഒരു ഹെവി ഓഫറായിട്ട് കമ്പനി വെക്കുന്നുണ്ട്. അപ്പൊ ആ ലക്കി ഡ്രോയിൽ നമുക്ക് ലക്കി ഡ്രോയിൽ ഈ ഒരു സ്കീമിൽ ആഡ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് മാത്രമാണ്, കൃത്യമായി അടയ്ക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ലക്കി ഡ്രോയിൽ അവരുടെ നമ്പറുകൾ ആ ലക്കി ഡ്രോയിൽ ഇടുകയുള്ളൂ. അത് വളരെ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പൊ കൃത്യതയായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ്. അപ്പൊ ഈ ലക്കി ഡ്രോയിൽ നമുക്ക് ലഭിച്ചില്ലെങ്കിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അതിലും വലിയ ഭാഗ്യം, അതിലും വലിയൊരു ഭാഗ്യം ഇവിടെയുണ്ട്. കാരണം 1 ലക്ഷം രൂപയുടെ ഷെയർ നിങ്ങൾ 33 ആഴ്ച കൊണ്ട് കൊടുക്കുമ്പോൾ അത് ആ ഷെയറായി നമ്മുടെ ഷെയറിന്റെ ബോണ്ട് അത് ഇഷ്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ ഷെയറിൽ നിന്നുള്ള റിട്ടേൺ, അതിന്റെ മെച്യൂരിറ്റിയോടൊപ്പം തന്നെ റിട്ടേണും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മന്ത്ലി നമ്മൾ വെറും 33 ആഴ്ച കമ്പനിയിലേക്ക് അടയ്ക്കുന്നു. അതിനുശേഷം കമ്പനിയിൽ നിന്ന് നമ്മൾ ഈ 33 ആഴ്ച പോലും വേണ്ട, കാരണം 33 മാസം പോലും വേണ്ട, അതിലും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് റിട്ടേൺ കിട്ടുകയും ചെയ്യുന്ന ഒരു വലിയ അവസരം ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ അത് വ്യക്തമാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ 3000 രൂപ അടച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 5 പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഈ പാർട്ട്നേഴ്സിലൂടെ അവർക്ക് കൂടുതൽ പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, സിമ്പിൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ സറൗണ്ടിൽ സാധാരണക്കാർ, മിഡ് ക്ലാസ്സുകാര്, ലോ ക്ലാസ്, മിഡ് ക്ലാസ്, ഹൈ ക്ലാസ് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ട്. അപ്പൊ എല്ലാ ആളുകളിലേക്കും ഡീപ്പായിട്ട് എത്താൻ, അവർക്കൊക്കെ ആക്സസ് ചെയ്യാൻ, അവർക്കൊക്കെ ഇതിന്റെ ഒരു പാർട്ട്ണർഷിപ്പിലേക്കും ഒരു ഷെയർ ഹോൾഡറിലേക്കും മാറാനുള്ള സിമ്പിൾ മെത്തേഡാണ് നമ്മുടെ 5 പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ 5 പാർട്ട്നേഴ്സിന് അത് സിമ്പിൾ ആയിട്ട് 2 കോടി രൂപ ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടുതലുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ ഞാനിവിടെ നിർത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ആരാണോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റും ഈ പ്രസന്റേഷനെ കുറിച്ച് പറയുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കും ജസ്പേഡ് ഫാമിലിയുടെ ഒരു ഭാഗമാവാൻ സാധിക്കട്ടെ. ജസ്പേഡ് ഫാമിലിയുടെ ഭാഗമാവുന്ന ഓരോ വ്യക്തിക്കും ഐക്കൺസ് ഓഫ് ജസ്പേഡ് കിങ് മേക്കേഴ്സ് എന്ന ഓർഗനൈസേഷൻ, അതിന്റെ ഹയറാർക്കി, ഓഫീസേഴ്സ്, അതിന്റെ എല്ലാ കപ്പാസിറ്റിയുള്ള ലീഡേഴ്സും ഫുൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയ ലൈഫ്,
ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഐ എം അനു വർക്കി, സൈനിങ് ഓഫ്. Justpaid International from IJ Kingmakers. Yes, very good. അടിപൊളി presentation അല്ലെ? സൂപ്പർ. Congrats, Anu sir. എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഹൃദയ